വിശദമായ വാർത്തകളിലേക്ക്. ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. തമിഴ്നാട് തെങ്കാശി സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? വിശദാംശങ്ങൾ. ഭദ്ര, അന്ന് വൈകിട്ട് 4 മണിയോടെയാണ് ഈ മണികണ്ഠൻ ചാലക്കുടി പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയത്. കുളിക്കാനായി പുഴയിലേക്ക് ഇറങ്ങിയ മണികണ്ഠൻ നീന്തുന്നതിനിടെ മുങ്ങിപ്പോവുകയായിരുന്നു. ഈ സംഭവം എതിർ പുഴയുടെ മറുവശത്തുണ്ടായിരുന്ന മീൻപിടുത്തക്കാരാണ് ആദ്യം കണ്ടത്. തുടർന്ന് ഇവർ ചാലക്കുടി ഫയർഫോഴ്സിനെയും പോലീസിനെയും എല്ലാം വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി. ഇപ്പോൾ ഏകദേശം 5:30 മണിയോടെയാണ് മണികണ്ഠന്റെ മൃതദേഹം കിട്ടിയത്. പുഴയുടെ മധ്യഭാഗത്തു നിന്ന് 1.5 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ തെരച്ചിലിനൊടുവിലാണ് ഈ മണികണ്ഠന്റെ മൃതദേഹം കണ്ടെത്തിയത്. 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവാണ് അതിദാരുണമായി മരണപ്പെട്ടത്. ഈ മണികണ്ഠൻ കുളിക്കാനിറങ്ങിയ കടവിൽ വേനൽക്കാലമായെങ്കിലും നിറയെ വെള്ളമുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്രയും നേരം മണികണ്ഠന്റെ ശരീരം കിട്ടാനായി സമയമെടുത്തത്. എന്തായാലും വളരെ പണിപ്പെട്ടാണ് ഫയർഫോഴ്സും പോലീസും ചേർന്ന് നടത്തിയ തെരച്ചിൽ മൃതദേഹം കിട്ടിയത്. എന്തായാലും ഈ മണികണ്ഠൻ ഈ സമീപത്ത് തന്നെ ഉള്ള ഒരു പലഹാരം ഉണ്ടാക്കുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. വർഷങ്ങളായി ഈ ചാലക്കുടിയിൽ തന്നെയാണ് ഈ മണികണ്ഠൻ താമസിച്ചു വരുന്നത്. ചേനത്തുനാട് കടവിലാണ് മണികണ്ഠൻ കുളിക്കാരന് ഇറങ്ങിയത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ കരയ്ക്ക് കയറ്റിയിട്ടുണ്ട്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. എന്തായാലും ദാരുണമായ സംഭവമാണ്. 26 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ് അതിദാരുണമായി മുങ്ങി മരിച്ചിരിക്കുന്നു. ഭദ്ര. ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവാണ് മുങ്ങി മരിച്ചത്. തമിഴ്നാട് തെങ്കാശി സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. ഇന്ന് 4 മണിയോട് കൂടിയായിരുന്നു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇയാൾ ചാലക്കുടിയിൽ ജോലി ചെയ്തു വരികയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി.